അവസരം മുതലെടുക്കാൻ സഞ്ജു സാംസൺ പരാജയപ്പെട്ടു. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം T20-യിൽ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ പകരക്കാരനായി ഇറങ്ങിയതായിരുന്നു സഞ്ജു സാംസൺ. ഗില്ലിന് കഴുത്തുളുക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് സഞ്ജുവിന് അവസരം ലഭിച്ചത്. ഇതോടെ യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പണിംഗിൽ ബാറ്റ് ചെയ്യാൻ അവസരം വന്നു. എന്തൊക്കെയാണെങ്കിലും ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ T20 വിജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. പെലേക്കലയിൽ നടന്ന കളിയിൽ 43 റൺസിന്റെ തകർപ്പൻ ജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 213-ൽ 7 എന്ന സ്കോർ നേടിയപ്പോൾ ശ്രീലങ്ക 170 റൺസിൽ ഓൾ ഔട്ടായി. അതേസമയം മത്സരത്തിൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിനെ ഇന്ത്യ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താത്തത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി കഴിഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി കളിച്ച അവസാന T20 മത്സരത്തിൽ കിടിലൻ അർദ്ധ സെഞ്ചുറി നേടിയിട്ടും സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ നിന്ന് ടീം മാനേജ്മെന്റ് തഴഞ്ഞിരിക്കുകയാണെന്ന് ആരോപണം ഉന്നയിച്ചു. റിയാൻ പരാഗ് പ്ലേയിങ് 11-ൽ ഇടം നേടിയിട്ടും സഞ്ജു പുറത്തിരുന്നത് ആരാധകരെ ഞെട്ടിച്ചു. ഋഷഭ് പന്താണ് സഞ്ജുവിനെ മറികടന്ന ആദ്യ T20-യിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായത്. അതേസമയം സഞ്ജു വീണ്ടും പ്ലേയിങ് 11-ൽ നിന്ന് താഴെപ്പെട്ടതോടെ പരിശീലകൻ ഗംഭീറിന് നേരെ ആരാധകർ തിരിഞ്ഞിരുന്നു. ഈ കളിയിൽ നിന്ന് ഗംഭീർ സഞ്ജുവിന് ഒരു നിർണായക സൂചന നൽകിയെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയുടെ പരിശീലകനാകുന്നതിന് മുൻപ് പുറത്തുനിന്ന് സഞ്ജു സാംസണിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചിരുന്ന ആളായിരുന്നു ഗൗതം ഗംഭീർ. സഞ്ജു ഇന്ത്യയിലെ ഏറ്റവും മികച്ച യുവ ബാറ്ററാണെന്നും സഞ്ജു ഇന്ത്യക്കായി കളിച്ചില്ലെങ്കിൽ അത് സഞ്ജുവിന്റേതല്ല ഇന്ത്യയുടെ നഷ്ടമാണെന്നും ഗംഭീർ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കോച്ചായി ഗംഭീർ എത്തിയതു മുതൽ സഞ്ജുവിന് മികച്ച സ്ഥാനം ടീമിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. എന്നാൽ പരിശീലകനായി അരങ്ങേറിയ ആദ്യ T20-യിൽ സഞ്ജുവിനെ പുറത്തിരുത്താൻ ഗംഭീർ തീരുമാനിക്കുകയായിരുന്നു. സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ നിന്നും തഴഞ്ഞ് പകരം രാജസ്ഥാൻ റോയൽസിന്റെ താരമായ റിയാസ് പാരഗിനെ ഇന്ത്യ കളിക്കാനിറക്കി. ഇതോടെ സഞ്ജു തന്റെ ആദ്യ 11 പദ്ധതിയിൽ ഇല്ലെന്ന സൂചനയാണ് ഗംഭീർ നൽകുന്നത്. രാഹുൽ ദ്രാവിഡ് പരിശീലനായിരുന്ന സമയത്ത് സംഭവിച്ചതുപോലെ സഞ്ജു T20-യിൽ ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി തുടരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇത്തവണത്തെ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിട്ടും ഒരു മത്സരത്തിൽ പോലും സഞ്ജുവിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചിരുന്നില്ല. ശിവം ദുബായ് ടൂർണമെന്റിൽ ഫോം കണ്ടെത്താൻ വിഷമിച്ചുകൊണ്ടിരുന്നിട്ടും സഞ്ജുവിൽ വിശ്വാസമർപ്പിക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറായില്ല. T20 ലോകകപ്പിന് പിന്നാലെ നടന്ന സിംബാബ്വെ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന സഞ്ജു പരമ്പരയിലെ അവസാന മത്സരത്തിൽ കിടിലൻ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയിരുന്നു. എന്നാൽ ഇതിനുശേഷം ഇന്ത്യ കളിച്ച ആദ്യ T20-യിൽ സഞ്ജുവിന് മാനേജ്മെന്റ് വീണ്ടും പുറത്താക്കി. സഞ്ജുവിനേക്കാൾ നിർഭാഗ്യവാനായ ഒരു താരം നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കി. 2015 ജൂലൈ സിംബാബ്വെക്കെതിരായ T20 മത്സരത്തിൽ കളിച്ചായിരുന്നു സഞ്ജു ഇന്ത്യക്കായി T20-യിൽ അരങ്ങേറിയത്. ഇതുവരെ 28 T20 മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ സഞ്ജു 21.14 ബാറ്റിംഗ് ശരാശരിയിൽ 444 റൺസ് നേടിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി സഞ്ജു ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ നിന്ന് തഴയപ്പെട്ടതോടെ ആരാധകർ കട്ടക്കലിപ്പുമായി സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തി. ടീം മാനേജ്മെന്റിനുള്ളിലെ ഫേവറിറ്റിസം രാഷ്ട്രീയവും സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുകയെന്നാണ് ആരാധകർ കുറിച്ചത്. സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുന്ന BCCIയോട് പുച്ഛം മാത്രമേ ഉള്ളൂവെന്ന് മറ്റൊരു ആരാധകൻ കമന്റ് ചെയ്തു. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം T20-യിൽ സഞ്ജു സാംസണിന് അവസരം ലഭിച്ചപ്പോൾ സന്തോഷിച്ച ആരാധകർക്ക് നിരാശ. മഴ രസം കൊല്ലിയായ മത്സരത്തിൽ ഓപ്പൺ റോളിലാണ് സഞ്ജു സാംസൺ എത്തിയത്. രണ്ടാം ഓവറിൽ ആദ്യ പന്തിൽ തന്നെ സഞ്ജു സാംസൺ പുറത്താവുകയായിരുന്നു. സ്പിന്നർ മഹേഷ് തീഷ്ണയുടെ പന്തിൽ ഗോൾഡൻ ഡെക്കായാണ് സഞ്ജു പുറത്തായത്. ശുഭ്മാൻ ഗില്ലിനെ പരിക്കേറ്റതോടെയാണ് സഞ്ജു പ്ലേയിങ് 11-ൽ എത്തിയത്. ഇടവേളയ്ക്ക് ശേഷം ലഭിച്ച അവസരത്തെ സഞ്ജു മുതലാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിലും തീർത്തും നിരാശപ്പെടുത്തി. ക്യാരം ബോൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ സഞ്ജുവിന് നാണം കെട്ട് മടങ്ങേണ്ടി വരികയായിരുന്നു. മൂന്നാം T20-യിൽ സഞ്ജുവിന് സീറ്റ് നേടാനുള്ള അവസരം കൂടിയാണ് നഷ്ടമായതെന്ന് പറയാം. സഞ്ജു ഇനി ഇന്ത്യൻ ടീമിൽ കാണില്ലെന്നും സഞ്ജുവിനെ ഇനിയും പിന്തുണച്ചിട്ട് കാര്യമില്ലെന്നുമാണ് നിരാശയോടെ ആരാധകർ പ്രതികരിക്കുന്നത്.